ബോസ്നിയ ഹെർസഗോവിനയുടെ തലസ്ഥാനമായ സരയോവോയിൽ നിന്നും ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മെഡ്ജുഗോറിയെ 1981 ജൂൺ 24 വൈകുന്നേരം വരെ ആളനക്കമില്ലാത്ത ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. ഗ്രാമവാസികൾ മാത്രം പ്രാർത്ഥനയ്ക്ക് കൂടുന്നതും ഗ്രാമത്തിൻ്റെ ആത്മീയ ഹൃദയം എന്ന് വിളിക്കാവുന്നതുമായ വിശുദ്ധ വലിയ യാക്കോബിൻ്റെ ദേവാലയം മാത്രമായിരുന്നു അവിടെയുണ്ടായിരുന്ന ശ്രദ്ധേയമായ ഏക സ്ഥാപനം. എന്നാൽ ഇന്ന് ആ ദേവാലയം ലോകമാസകലമുള്ള അസംഖ്യം വിശ്വാസികളുടെ ശാന്തി തീരവും പ്രാർത്ഥനാ കേന്ദ്രവുമാണ്. അനുദിനം വിവിധ ഭാഷകളിലുള്ള കുർബാനകൾ, തുറന്ന ആകാശത്തിൻ കീഴിൽ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ ആരാധന, മെഡ്ജുഗോരിയയുടെ മുഖമുദ്രയായ ഹൃദയസ്പർശിയായ കുംഭസാരങ്ങളും അനുബന്ധ മാനസാന്തരങ്ങളും ഒക്കെ നടക്കുമ്പോഴും ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയുടെയും ധ്യാന നിർഭരതയുടെയും വിശ്വാസത്തിൻ്റെ മഹാസാക്ഷ്യങ്ങളുടെയും വേദികയായി ആ ദേവാലയം നിലകൊള്ളുന്നു. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഗ്രാമവാസികൾ പൊർബ്രദോ എന്ന് വിളിക്കുന്ന ഇന്ന് അപ്പരീഷൻ ഹിൽ എന്നറിയപ്പെടുന്ന കുന്നിൻ ചെരുവിൽ 1981 ജൂൺ 24 കുട്ടികൾ നടക്കാനിറങ്ങിയപ്പോഴാണ്. കല്ലുകൾ നിറഞ്ഞ ആ ദുർഘടപാതയിലൂടെ നടക്കുമ്പോൾ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച ശോഭയാർന്ന ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് അവർ കണ്ടു. അത് കന്യകാമറിയമാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത ദിവസം, അതായത് ജൂൺ 25 മുതൽ അവൾ തുടർന്ന് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് സന്ദേശങ്ങൾ നൽകി തുടങ്ങുകയും ചെയ്തു. അവളുടെ പ്രധാന ആവശ്യം ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കാനും മാനസാന്തരപ്പെടാനുമായിരുന്നു. ഈ മലമുകളിലേക്കുള്ള ദുർഘടപാത ജപമാല ചൊല്ലി കയറുന്ന വിശ്വാസികൾ തങ്ങൾ അവിടെ വെച്ച് സ്വാംശീകരിച്ച വലിയ സമാധാനത്തിൻ്റെയും ആത്മശാന്തിയുടെയും സാക്ഷ്യങ്ങൾ നൽകുന്നു. അല്പം ദൂരെയായുള്ള ക്രച്ചേവാക്ക് അഥവാ ക്രോസ് മൗണ്ടൻ വിശുദ്ധിയുടെ കൊടുമുടി എന്നറിയപ്പെടുന്നു. 520 മീറ്റർ ഉയരമുള്ള ഈ മലമുകളിൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ 1900 വർഷങ്ങളുടെ വാർഷികമായിരുന്ന 1934 സ്ഥാപിതമായ ഒരു വലിയ കുരിശാണ് പർവ്വതത്തിന് ആ പേര് വരാൻ കാരണം. അതികഠിനമായ ഈ കൽപ്പാത കുരിശിൻ്റെ വഴിയുടെ ദുരിത പീഡനങ്ങളെ ധ്യാനിച്ച് കയറുന്ന വിശ്വാസികൾക്ക് ധ്യാനസഹായിയായി പിച്ചളയിൽ തീർത്ത 14 സ്ഥലങ്ങളുടെ രൂപങ്ങളുമുണ്ട്. അപകടകരമായ കല്ലുകൾ നിറഞ്ഞ അതികഠിനമായ ഈ മലകയറ്റം പക്ഷേ സാർത്ഥകമാണെന്ന്, ആ വലിയ കുരിശിൻ്റെ തണലിൽ സ്വർഗം ഭൂമിയെ കണ്ടെത്തുന്ന അനുഭവം നൽകുന്നു എന്ന് വിശ്വാസികൾ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തവണത്തെ വാർഷികത്തിന് ഞങ്ങളും മെഡ്ജുഗോറിയയ്ക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട്. വിശുദ്ധമായ ഒരിടത്തേക്കാണ് പോകുന്നത് എന്നറിയുന്നതിനാൽ ഞങ്ങളും പ്രാർത്ഥനയും സമാധാനത്തിൻ്റെ രാജ്ഞിയായ മെഡ്ജുഗോറിയ മാതാവിൻ്റെ നൊവേനയുമൊക്കെയായി ഞങ്ങളെ തന്നെ ആത്മീയമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദുർഘടമായ ആ മലകയറ്റത്തിനുള്ള മറ്റു വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വാർഷിക നൊവേനയുടെ അവസാന ദിവസമായ ജൂൺ 24 പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷികമായി 25 മുതൽ ഞങ്ങളും അവിടെയുണ്ടാകും. തീർത്ഥയാത്രയുടെ ഭാഗമായ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വലിയ ജനപ്രവാഹമാണ് ഈ വർഷം പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വെൽവിഷേഴ്സ്, മറ്റ് സപ്പോർട്ടേഴ്സ് തുടങ്ങിയവർക്ക് വേണ്ടി പ്രത്യേകമായ വിധത്തിൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ വാക്ക് തരുന്നു. ഇത് നമ്മുടെ എല്ലാം മാനസാന്തരത്തിന് കാരണമാകട്ടെ. ദശലക്ഷങ്ങൾക്ക് വിശ്വാസ ദൃഢീകരണത്തിന് വേദിയായ അവിടം നമ്മുടെ എല്ലാം ആത്മീയ ശാക്തീകരണത്തിന് വേദിയാകട്ടെ. തിരികെ എത്തിയതിൻ്റെ ശേഷം അവിടെയുള്ള വിശേഷങ്ങൾ നിങ്ങളെല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ശക്തിപ്പെടുത്താം.